നിർത്തണേ നിന്റെ തുള്ളല്. ഇപ്പൊ ഉച്ചയ്ക്ക് 1 മണിയായി. എന്റെ മോൻ ഇപ്പൊ ഇനി വരും. അവന് കൊടുക്കാൻ എന്തെങ്കിലും വേണം. പോയി ഉണ്ടാക്കടി. എനിക്ക് അടുക്കള കിടന്ന് അരയ്ക്കാനൊന്നും പറ്റില്ല. മമ്മി, നമുക്ക് പിസ്സ ഓർഡർ ചെയ്യാം. അത് 10 മിനിറ്റിനുള്ളിൽ ഇവിടെ ഇങ്ങ് എത്തും. പിസ്സയോ? ആ, പക്ഷേ എനിക്ക് വേണ്ട. അതിനല്ല ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ രാവിലെ 4 മണിക്ക് എണീറ്റ് 10 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു. നീ രാവിലെ 10 മണിക്ക് എണീറ്റ് മുഖത്ത് ക്രീം ഇടാൻ തുടങ്ങും. മമ്മിക്ക് അന്ന് വേറെ പണിയൊന്നുമില്ലായിരുന്നു. എനിക്കിപ്പോൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ 10 ലക്ഷം ഫോളോവേഴ്സ്. മമ്മി ഇങ്ങോട്ട് വന്നേ, നമുക്ക് ഇങ്ങനെയുള്ളൊരു സ്റ്റെപ്പ് കളിക്കാം. നിന്റെ കൂട്ട് ചന്ത ഇട്ടിളക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എടി, മീൻകറി എന്താടി പച്ച കളറിയിരിക്കുന്നത്? അത് മീൻകറിക്ക് കുറച്ച് ഗ്ലോ കിട്ടാൻ വേണ്ടി ചെയ്തതാ അമ്മേ. പിന്നെ എന്തുവാ, മീൻകറി എനിക്ക് ഉച്ചയ്ക്കൊരു വാട്ടായിട്ടേ ഉണ്ട്. മീൻകറി കറുത്തിരിക്കാനൊന്നും പറ്റത്തില്ല. കണ്ടിട്ട് പേടിയാവുന്നു. എൻ്റെ മോൻ ഉച്ചയ്ക്ക് വരുമ്പോൾ ലൈക്ക് എടുത്ത് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. നീ പോയി ആ തേങ്ങ അങ്ങോട്ട് ചിരവിക്കേ. ചിരവയോ? അതെന്താ സാധനം? ഇപ്പോഴേ ഓൺലൈനിൽ ആമസോണിൽ വെക്കി തേങ്ങ വാങ്ങിക്കാൻ കിട്ടും. നിന്റെ നാക്ക് ഇത്ര അങ്ങ് വളർന്നോടി. നിന്റെ വീട്ടിൽ ഇതാണോ ഓടി പഠിപ്പിച്ചേ? ഇതല്ല, ഇതിനപ്പുറവും എൻ്റെ വീട്ടിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും പറഞ്ഞാൽ മമ്മിക്ക് മനസ്സിലാവില്ല. മമ്മി പോയതെങ്കിലും സീരിയൽ കാണും. ഞാൻ മുമ്പേ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന റീലിൻ്റെ ബാക്കി എടുക്കട്ടെ. അയ്യോ, ദാ ചേട്ടൻ വരുന്നു. അമ്മയ്ക്ക് ഞാൻ കാലി അടവി തരട്ടെ? വേണ്ട മോളെ. ഇതുപോലൊരു അമ്മയും ഭാര്യയും കിട്ടുന്നത് ഞാൻ എന്തൊരു ഭാഗ്യവാനാ. ആർക്കൊടുക്കാനാടി നീ ഇത്ര ഉപ്പും കൂടെ വാരി ഇട്ടേക്കുന്നത്? മമ്മി, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡാണ് സാൾട്ടി കറി ചാലഞ്ച്. അതുകൊണ്ടാണ് കുറച്ച് ഉപ്പിട്ടത്. അതുകൊണ്ട് എന്താ, എനിക്കിപ്പോൾ യൂട്യൂബിൽ 1K അടിച്ചില്ലേ. ഈശ്വര, ഇനി എൻ്റെ കുഞ്ഞ് വരുമ്പോൾ ഞാൻ എന്തോ എടുത്തിട്ട് കൊടുക്കും. ഇതാണോടി നിന്റെ വീട്ടിൽ പഠിപ്പിച്ച വലിയ മലമറിച്ചുള്ള പാചകം? ഞങ്ങളുടെ വീട്ടിലുള്ളവർ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടാ കഴിക്കുന്നത്. മമ്മിക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് അങ്ങോട്ട് കഴി. ഈശ്വര, ഇവൾ ഈ വീട് കുളം തോണ്ടുവല്ലോ.